ആഹാ, നമ്മളുടെ മനോഹരമായ ടെറസ് ഗാർഡനാണ് നിങ്ങൾ കാണുന്നത്. നോക്കിയേ, നമ്മുടെ കോളാമ്പിപ്പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്ന നോക്കിയേ. പിന്നെന്താ, അലോവേറ. ഓ ദേ, അതിനോടൊപ്പം കണ്ടോ പനിക്കൂർക്ക. നൈസ്, എല്ലാം നല്ല. ഈ വേനൽക്കാലത്ത് ഇവർക്ക് മാത്രമേ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ, കാര്യം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചെടികളാണ്. പിന്നെ ഒരാളെനിക്കായിട്ട് കാത്തിരിക്കുന്നതാരെന്ന് കണ്ടോ, ഇതാണ് നമ്മുടെ സംഭാരം. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ ടെറസ് ഗാർഡൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഞാൻ. കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, നമ്മളുടെ പൂവിട്ട് നിൽക്കുന്ന കോളാമ്പി പൂവിനെയും ആംബിയൻസ് എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ ഒരാളെന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ? നല്ല തണുത്ത സംഭാരം. സംഭാരം എന്ന് പറഞ്ഞാൽ മോരാണ്. പണ്ടത്തെ കാലത്തൊക്കെ എന്താ അറിയോ, തൈര്, അതായത് വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈര് കടഞ്ഞെടുക്കുമ്പോൾ അത് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള പാലല്ലല്ലോ, വീട്ടിൽ കറക്കുന്ന പശുവിൻ്റെ പാലൊക്കെ ഉറയൊഴിച്ച് നിറച്ച് നല്ല ഫാറ്റുള്ള മിൽക്കായിരിക്കും. അപ്പോൾ അത്തരം മിൽക്കിനെ അതിൽ നിന്നും ധാരാളമായിട്ട് വെണ്ണ കിട്ടും. ക്രീമുണ്ടല്ലോ, അപ്പോൾ ക്രീം ഫുൾ ഫാറ്റ് മിൽക്കാണ്. ആ ക്രീമിനെ, അതായത് തൈരായി കഴിഞ്ഞിട്ട് കടഞ്ഞെടുക്കും. മത്ത് വെച്ച് കടയുമ്പോൾ മേളിൽ ഇങ്ങനെ വെണ്ണ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ വെണ്ണ മാറ്റി പിന്നെ കിട്ടുന്ന ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഭാഗമാണ് മോര്. ആ മോരാണ് പിന്നെ സംഭാരമായിട്ട് മാറുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തെല്ലാം എന്താ പറയുക, വയലിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും, വീട്ടിലെ കുടുംബനാഥൻ ഉൾപ്പെടെയുള്ളവരെല്ലാം മോര് കുടിക്കും ധാരാളം. വളരെ നല്ലതല്ലേ, തൈര് മോരൊക്കെ നല്ല കാര്യങ്ങളാണ്, ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മോര് കൂടിയൊക്കെ ചില കുറവാണ്. നമ്മളെല്ലാവരും എന്താ പറയുക, ഫ്രഷ് ജ്യൂസും ബോട്ടിൽഡായിട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ, ബോട്ടിൽഡ് ഡ്രിങ്ക്സിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊന്നും ശരിയല്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ പഴമയിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. പണ്ട് നമ്മുടെയൊക്കെ പൂർവികരെല്ലാവരും തന്നെ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു എന്ന് പറയാം. അന്ന് ഇതുപോലെ എന്താ പറയുക, ഇപ്പോൾ സെഡൻറ്ററി ലൈഫാണല്ലോ, എക്സസൈസൊക്കെ കുറവാണ്. അന്ന് ഒരുപാട് എക്സസൈസ് ഉണ്ട്, ഒത്തിരി നടക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം ഭയങ്കര ഹെൽത്തിയാണ് ആൾക്കാർ. കഴിക്കുന്ന ഭക്ഷണവും വളരെ നാടൻ ഭക്ഷണം, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്ന നാടൻ വിഭവങ്ങൾ. അപ്പോൾ വലിയ ഒരു ആഡംബരമൊന്നുമില്ലല്ലോ. അപ്പോൾ സംഭാരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് ഞാൻ തന്നെ ഒരുപാട് മോക്ടെയിൽസും പിന്നെന്താ പറയുക, മിൽക്ക് ഷേക്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വേണം, എങ്കിലും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ സംഭാരം അഥവാ മോര്. മോരെന്ന് പറയും, സംഭാരം എന്ന് പറയുമ്പോൾ ആ മോരിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കുടം അല്ലേ, ആഹാ, കുടം മോര് എന്ന് പറയുമ്പോൾ കുടത്തിലുള്ള മോര് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നമ്മൾ ഇളക്കിയിട്ട് കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കുടത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് നല്ല എന്താ പറയുക, ഈ എയർ കണ്ടീഷണർ പോലെയാണ് അല്ല, ഇങ്ങനത്തെയൊക്കെ കുടത്തിൽ വെച്ച് കഴിഞ്ഞാലേ ഇത് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിനെക്കാട്ടിലും ഗംഭീരമാണ്, നല്ല തണുത്തിരിക്കും. ഇതിൻ്റെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടി വേറെയാണ് കേട്ടോ, മൺകുടങ്ങൾ. അപ്പോൾ അതിനകത്ത് ആഹാ നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. കുടിക്കട്ടെ. ആഹാ, എന്താ ഫീലെന്നറിയോ, തണുപ്പ്, നല്ല തണുപ്പ്. തണുപ്പിനോടൊപ്പം നല്ല കുറേ രുചി, അതിൻ്റെ നാട്ടിലെ രസമുകുളങ്ങളെയൊക്കെ ഇങ്ങനെ ഉത്തേജിപ്പിക്കുന്ന ചെറിയ എരിവും ഉപ്പും ചെറിയൊരു പുളിയും. ആഹാ, ഭയങ്കര ടേസ്റ്റുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ, ഞാൻ മാത്രം കുടിച്ചാൽ മതിയോ, നിങ്ങളൊക്കെ കുടിക്കണ്ടേ? അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ മോരുണ്ടാക്കി ഇതുപോലെ സംഭാരം തയ്യാറാക്കി ഇതുപോലത്തെ കുടങ്ങളിൽ വയ്ക്കുക. ഓക്കെ, ചെറിയ നല്ല ക്യൂട്ട്, ഇതിനകത്ത് നിറച്ച് കയറും കേട്ടോ. അപ്പോൾ ഈ കുടം മോരിനെ റെഡിയാക്കി വയ്ക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്തിരുന്നാലും മതി. എന്ത് സുഖമായിരിക്കും അറിയാം, നല്ല കൂജയിൽ വെള്ളം ഇരിക്കുന്ന പോലെ തണുത്ത രാമച്ചൊക്കെ ഇട്ട് കൂജയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈ വേനൽക്കാലത്ത് ധാരാളമായിട്ട് കുടിച്ചാൽ ഭയങ്കര നല്ലതാണ്. അതുപോലെ ഇതുപോലെ നമ്മുടെ കുടത്തിൽ, മൺകുടങ്ങളിൽ ഇതുപോലെ മോരും റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ദാഹിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. സത്യം പറഞ്ഞാൽ നിർത്താനേ തോന്നില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മുടെ കുടത്തിൽ എങ്ങനെയാണ് നമ്മുടെ കുടമൂര്, അതായത് സംഭാരം, ഈ സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്നെ കാണില്ല, ഞാനിപ്പോൾ മാത്രമേ വരുന്നുള്ളൂ. ആ ഇൻട്രൊഡക്ടറി പാർട്ട്. ടേസ്റ്റിങ് ചിലപ്പോൾ നടക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ടേസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, അതിനകത്ത് വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് കൂടി പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ പോയല്ലോ. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ തൈരിലാണ് ഞാൻ ഈ സംഭാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസസായിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇടാം. മിക്സിയുടെ ചെറിയ ബൗളാകാം, അല്ലെങ്കിൽ ഒരു ഇടികല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചാകാം, അമ്മിക്കല്ലാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതി ആയതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ചെറിയ ബൗൾ.
പിന്നെ പച്ചമുളക് ഒരു വലുത് അല്ലെങ്കിൽ 2 ചെറുത്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി വലുതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ ആകാം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഓക്കെ 4 5. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 6 7 8 എണ്ണം ചേർക്കാം. ഇത്രയും. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം, 3 അല്ലെങ്കിൽ 4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, അത് ഉണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് നാരകത്തിൻ്റെ ഇല, നാരങ്ങയുടെ ഇലയില്ലേ, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പറ്റുന്ന പോലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2 ഇല ചേർക്കുന്നു. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കും. ഒരല്പം കൂടി ചതയാനുണ്ട്. നല്ല മണം. ഇപ്പോൾ കറക്റ്റായിട്ട് ചതഞ്ഞിട്ടുണ്ട്. എടുക്കാം. 1/2 ലിറ്റർ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഒരു തടിത്തവി അല്ലെങ്കിൽ ഒരു വിസ്ക്, എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ഉടയ്ക്കും. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മത്ത് വെച്ചൊക്കെ നമ്മൾ കടയില്ലേ, അതുപോലെ കടഞ്ഞെടുക്കുക. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഞാൻ തടിത്തവി മാറ്റിയിട്ട് വിസ്ക് വെച്ചും കൂടി കാണിച്ചു തരാം. ഓക്കെ, വിസ്ക് വെച്ചാണെങ്കിൽ ഈ രീതിയിൽ തന്നെ വരും. തരി ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, അത് വളരെ വളരെ നിർബന്ധമാണ്. നോക്കൂ, നല്ല സ്മൂത്തായില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഐറ്റംസ് കാണുന്നുണ്ടല്ലോ. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, നാരകത്തിൻ്റെ ഇല, അതായത് നാരങ്ങ ഇല ഉണ്ടെങ്കിൽ. ഇനി കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഈ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് ചതച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ചേർക്കാത്തത്. കറിവേപ്പില നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ആകെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് ഇടാം. ഓക്കെ, നല്ല മണം, കറിവേപ്പിലയുടെ മണം. ഇനി ഇതിൽ ആവശ്യാനുസരണം വെള്ളം. നമുക്ക് മോരിൻ്റെ എത്ര തിക്കായിട്ടുള്ള മോര് വേണം അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര നെടുകിയതാണ് വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഞാൻ അളന്ന് ഒഴിക്കുകയാണ്. ഇതൊരു കപ്പ്, ആദ്യം 1 കപ്പ് ഒഴിക്കാം. എന്നിട്ട് നോക്കാം. നോക്കി, ഇത് നല്ല കുറുക്കിയ മോര്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് മതി 1/2 ലിറ്റർ തൈരിന്. പക്ഷേ നമ്മൾ കുടിക്കാനായിട്ട്, ചോറിലൊഴിച്ച് കഴിക്കാനൊക്കെ ആണെങ്കിൽ ആ കട്ടി മോര് നല്ലതാണ്. പക്ഷേ ഇപ്പം നമ്മൾ കുടിക്കാനല്ലേ, ദാഹശമനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ലൂസാണ് നല്ലത്. 2ാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നല്ല ഓക്കെ. ഇനി ഇതിനെക്കാട്ടിലും ഒരല്പം കൂടി ലൂസാക്കാം. അപ്പോൾ ഇത് 3ാമത്തെ കപ്പ് വെള്ളം. ഇതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. നമുക്ക് കുടിക്കാനുള്ള മോരെന്ന് പറയുമ്പോൾ ഈ ഒരു പാകമാണ് നല്ലത്. കാണുന്നുണ്ടല്ലോ, ആവശ്യത്തിന് കുറുകലുണ്ട്, എന്നാൽ ആവശ്യത്തിന് ലൂസുമാണ്. ഇനി ഇതിൻ്റെ ഉപ്പിൻ്റെ ഇതൊക്കെ അളവ് നോക്കിയിട്ട് പോരാത്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് നല്ല വലിയൊരു പച്ചമുളകാണ് ചേർത്താൽ, പിന്നെ അല്ലെങ്കിൽ 2 പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. മീഡിയം സൈസ് പച്ചമുളകാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ ഒരു 3 വരെ ആകാം. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മോര് പരിപാടി. ഇനി ഇത് ഏത് ഗ്ലാസ്സിലാണോ ഒഴിക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് പകരാം, അല്ലെങ്കിൽ കുടത്തിലേക്ക്. കുടം മോരാണെങ്കിൽ നമ്മൾ കുടത്തിലൊഴിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മോര് ഞാനൊരു ജഗ്ഗിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മുടെ കുടം മോരിൻ്റെ കുടം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതേ നോക്കിയേ, ഇതിനകത്ത് 2 കപ്പ് വെള്ളം കയറുന്ന കുടമാണ്. ഞാൻ അളന്ന് നോക്കിയിരുന്നു. ഇത് പുതിയത് വാങ്ങുകയാണെങ്കിൽ കുറേ നേരം വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്തും പുറത്തും ഒക്കെ വെള്ളം ഉണ്ടാകണം. ഒരു 3-4 മണിക്കൂറെങ്കിലും അങ്ങനെ ഇട്ടാൽ ഏറ്റവും നല്ലത്. ഇത് നോക്കിക്കോളൂ.
അങ്ങനെ ഒരു കുടം നിറച്ച മോരായി കഴിഞ്ഞു. ഇനി അടുത്ത കുടത്തിലേക്ക് മാറ്റാം. അടുത്ത കുടം. ഓക്കെ, ആഹാ അടിപൊളി. എങ്ങനെയുണ്ട് നമ്മുടെ കുടം മോര്? നല്ല നിറച്ചുണ്ട്. 2 കപ്പ് മോര് കയറും ഈ ഒരു കുടത്തിൽ. ഞാൻ അളന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ. ഇത് അതുപോലെ എടുത്ത് അങ്ങോട്ട് കുടിക്കുക. കൂജയ്ക്കകത്തും ഇതുപോലെ കുടത്തിനകത്തും ഒക്കെ വെള്ളം സ്റ്റോർ ചെയ്താൽ പോലും ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇത് നല്ല തണുത്തിരിക്കും. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരുന്നാൽ ആവശ്യാനുസരണം എടുത്ത് കുടിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ കുടം മോര്? എന്ത് ഈസിയല്ലേ ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു സമ്മർ ഡ്രിങ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ നാടൻ സംഭാരമാണിത്. മോരെന്നല്ല ശരിക്കും പറയണ്ടേ, ഇത് സംഭാരമാണ്. അങ്ങനെ കുടം മോരെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് ശരിക്കും പറഞ്ഞാൽ സംഭാരമാണ്, കുടം സംഭാരം. അപ്പോൾ ഇനി ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.